പ്രേക്ഷകരെ, നമ്മൾ ആ ഇലക്ഷൻ മൂഡ്, ഇത് ഏത് മൂഡ്? ഇത് ഇലക്ഷൻ മൂഡ്. VS രഞ്ജിത്തും റോഷിപാലും റഹീസ് റഷീദുമാണ് ആദ്യഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത്. വെരി ഗുഡ് മോർണിംഗ് ഓൾ. റഹീസ് റഷീദ്, VS രഞ്ജിത്ത് ആൻഡ് റോഷിപാൽ, ദ വാരിയേഴ്സ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച സജീവമാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചുമാറാൻ ആലോചിക്കുന്നു. ഗുരുവായൂർ കോൺഗ്രസിന് നൽകി പട്ടാമ്പി ലീഗ് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് അറിയുന്നത്. കുന്നമംഗലം, തിരുവമ്പാടി സീറ്റുകളും വെച്ചുമാറാൻ ആലോചനയുണ്ട്. പ്രധാന നേതാക്കൾക്ക് 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുമോ എന്നതാണ് ആകാംക്ഷ. PK ബഷീർ, KP മജീദ്, N ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി എന്നിവർ 3 ടേം പൂർത്തിയാക്കിയിട്ടുണ്ട്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ താനൂരിലും യൂത്ത് ലീഗ് നേതാക്കളായ മുജീബ് കടേരിയെയും ഫൈസൽ ബാബുവിനെയും മലപ്പുറത്തും പരിഗണിക്കുന്നുണ്ട്. മഞ്ചേരിയിൽ TP അഷ്റഫ് അലിയും പരിഗണനയിലുണ്ട്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിട്ട് മലപ്പുറത്ത് വരുമെന്ന ചർച്ചകളും സജീവമാണ്. VS രഞ്ജിത്തുണ്ട്. മുസ്ലിം ലീഗിന്റെ നീക്കങ്ങൾ എന്താണ് എന്ന് VS പ്രേക്ഷകരോട് പറയും. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അപ്പോൾ മുസ്ലിം ലീഗിന്റെ നീക്കങ്ങളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഈ പട്ടാമ്പി അടക്കമുള്ള മണ്ഡലങ്ങളിലുള്ള വെച്ചു കൈമാറ്റം, പുതിയ നേതാക്കൾ PK നവാസിനെ പോലെ, ഫൈസൽ ബാബുവിനെ പോലെയുള്ള നേതാക്കളൊക്കെ രംഗത്ത് വരാൻ പോകുന്നു എന്നുള്ളത്, 3 ടേം വ്യവസ്ഥ നിർബന്ധമാക്കുമോ എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് VS രഞ്ജിത്ത്? ഡോക്ടർ വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ ലീഗിന്റെ ഒരു സംസ്ഥാന നേതൃയോഗം ചേർന്നിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് എണ്ണം തികയ്ക്കുക എന്നതിന് വേണ്ടി കുറേ സീറ്റുകളിൽ മത്സരിക്കേണ്ടതില്ല, വിജയ സാധ്യതയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആണെങ്കിലും മണ്ഡലങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിജയ സാധ്യത മാത്രം കണക്കാക്കിയാൽ മതി. അതുകൊണ്ട് വിജയ സാധ്യതയില്ലാത്ത സീറ്റുകൾ വച്ച് മാറുക എന്നുള്ളതാണ്. ആ സീറ്റുകളിൽ പ്രധാനപ്പെട്ട സീറ്റാണ് അതൊന്ന് ഗുരുവായൂർ സീറ്റ്, അതുപോലെ തന്നെ തിരുവമ്പാടി, കുന്നമംഗലം സീറ്റ്, കോങ്ങാട് സീറ്റും ഇതിൽ ഉൾപ്പെടുന്ന സീറ്റുകളാണ്. ഈ സീറ്റുകൾ വെച്ചുമാറി കോൺഗ്രസിന് അവിടെ വിജയ സാധ്യതയുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് മത്സരിക്കുക. പകരം കോൺഗ്രസിൽ നിന്ന് ചില സീറ്റുകൾ, ഉദാഹരണത്തിന് പട്ടാമ്പി പോലുള്ള സീറ്റുകളൊക്കെ തിരിച്ചു വയ്ക്കുക, തവനൂർ സീറ്റ് തിരിച്ചു വയ്ക്കുക, അങ്ങനെ പേരാമ്പ്രയ്ക്ക് പകരം ബേപ്പൂർ ചോദിക്കുക, അങ്ങനെ ചില സീറ്റുകൾ വെച്ചുമാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഗണനയായി കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തെ പരിഗണന, നിലവിൽ 3 ടേം വ്യവസ്ഥയിൽ പൂർത്തിയായിട്ടുള്ള നേതാക്കന്മാരിൽ ആർക്കൊക്കെ ഇളവ് കൊടുക്കാം എന്നുള്ളതാണ്. അതിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും ഇളവ് കിട്ടുമെന്നുള്ള കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ രണ്ടാം നിരയിൽ വരുന്ന PK ബഷീറിനെ പോലെ, മഞ്ഞളാംകുഴി അലിയെ പോലെ, KPA മജീദിനെ പോലുള്ള നേതാക്കന്മാരിൽ ആർക്കാണ്, ഷംസുദ്ദീനെ പോലുള്ള നേതാക്കന്മാരിൽ ആർക്കാണ് ഇളവ് കിട്ടുക എന്നുള്ളതാണ്. ഇതിൽ 4 നേതാക്കന്മാരും ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇളവ് ആവശ്യപ്പെടാത്തവരും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ NA നെല്ലിക്കുന്നിനെ പോലുള്ള, ഉബൈദിനെ പോലുള്ള ആളുകളൊക്കെ, P ഉബൈദിനെ പോലുള്ള ആളുകളൊന്നും 3 ടേം കഴിഞ്ഞവരാണ്, അവർക്കിനി സാധ്യത കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത്. ഏതായാലും നേരത്തെ പറഞ്ഞ പേരുകളിൽ ആർക്കൊക്കെ ഇളവ് കിട്ടും? PK ബഷീറിന് മാത്രമായി ഇളവ് കൊടുത്താൽ KPA മജീദും അതുപോലെ ഷംസുദ്ദീനും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഇവർക്ക് 3 പേർക്കും കൊടുത്താൽ മഞ്ഞളാംകുഴി അലി തീർച്ചയായിട്ടും ഇളവ് ആവശ്യപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതുമുഖങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പിലും ലീഗിനെ സംബന്ധിച്ച് അവർ കുറച്ച് പുതുമുഖങ്ങളെ ഇറക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 3 ടേം വ്യവസ്ഥ വെച്ചതുപോലും അതിനു വേണ്ടിയാണ്. അങ്ങനെ പുതുമുഖങ്ങളായി ആരൊക്കെ ഇറങ്ങും? PK നവാസ്, അദ്ദേഹം താനൂരിൽ പരിഗണിക്കപ്പെടുന്നു. കഴിഞ്ഞ തവണ PK ഫിറോസ് 500 വോട്ടിന് പരാജയപ്പെട്ട മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ മുജീബ് കാടേരിയെ വളരെ ശക്തമായി ET മുഹമ്മദ് ബഷീറൊക്കെ മുന്നോട്ട് വെക്കുന്ന പേരാണ് മുജീബ് കാടേരി. അദ്ദേഹം മലപ്പുറത്താണോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും മത്സരിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം TP അഷ്റഫ് അലിയുടെ പേര് മഞ്ചേരിയിൽ കേൾക്കുന്നു. ഫൈസൽ ബാബുവിൻ്റെ പേരും മലപ്പുറത്തും മഞ്ചേരിയിലുമൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ TV ചർച്ചകളിലൊക്കെ വരാറുള്ള ലീഗിൻ്റെ മുഖങ്ങളായിട്ടുള്ള ഷാഫി ചാലിയം, മുഹമ്മദ് ഷാ തുടങ്ങിയ പേരുകളും ഈ പുതുമുഖ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതുപോലെ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ലീഗിൻ്റെ മുഖമായിട്ടുള്ള, ലീഗിൻ്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം വേങ്ങര വിടുമോ? വേങ്ങരയിൽ അദ്ദേഹം ഷുവർ സീറ്റാണ്. പക്ഷേ വേങ്ങര വിട്ട് കുറച്ചുകൂടി ഉറപ്പുള്ള മറ്റു മണ്ഡലങ്ങൾ മലപ്പുറത്തേക്കൊക്കെ മാറുമോ എന്നുള്ളൊരു ചർച്ചയും ലീഗിനകത്തുണ്ട്. നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വെച്ച് അദ്ദേഹത്തിന് വേങ്ങര വിടേണ്ട സാഹചര്യമില്ല. പക്ഷേ അദ്ദേഹം വേങ്ങരയിൽ നിന്ന് മാറുന്ന ചർച്ചയും അവിടെ വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. PK ഫിറോസ് താനൂരിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതാണ്. അദ്ദേഹം കൊടുവള്ളിയിലേക്ക് എത്തുമോ? കോഴിക്കോട് അദ്ദേഹത്തിന്റെ നാട് കുന്നമംഗലമാണ്, തൊട്ടടുത്ത് കൊടുവള്ളിയുണ്ട്, ഷുവർ സീറ്റാണ്. MK മുനീർ കൊടുവള്ളി വിട്ട് കോഴിക്കോട് സൗത്തിലേക്ക് വരികയാണെങ്കിൽ കൊടുവള്ളി ഒഴിഞ്ഞു കിടക്കുന്നു, അവിടെ PK ഫിറോസിനെ പരിഗണിക്കാം.
KM ഷാജി അഴീക്കോട് വിടുമ്പോൾ അദ്ദേഹം കുന്നമംഗലത്തേക്ക് NN നെല്ലിക്കുന്നിന്റെ സീറ്റിലേക്ക് മാറുമോ എന്നുള്ളതാണ് ലീഗിലെ മറ്റൊരു ചർച്ചയായിട്ട് വരുന്നത്. പിന്നെ ഉറപ്പുള്ള കുറേ സീറ്റുകളുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ കൊണ്ടോട്ടിയിൽ TV ഇബ്രാഹിമിനെ 2 ടൈം ആയിട്ടുള്ളൂ. അദ്ദേഹം മാറ്റേണ്ട ആവശ്യമില്ല. ഇനി അദ്ദേഹം മാറിയാൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി കൊണ്ടോട്ടിയിൽ വരുമോ എന്നൊരു ചർച്ച നടക്കുന്നു. നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ ഉറപ്പിച്ചു നിൽക്കുന്നു. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ തന്നെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏകദേശ വിവരം എന്ന് പറയുന്നത്. ഏതായാലും 13 സീറ്റുകൾ മലപ്പുറത്തുണ്ട്. വലിയ ചർച്ച മലപ്പുറത്ത് നടക്കുന്നു. കോഴിക്കോട് പറഞ്ഞ പോലെ കുന്നമംഗലം അവിടെ ഒരിക്കലും ലീഗ് ജയിക്കാറില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ നേതാവ് സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിച്ചു, അപ്പോഴും പരാജയപ്പെട്ടു. കുന്നമംഗലത്ത് അത് വെച്ചുമാറി മറ്റേതെങ്കിലും സീറ്റ് വാങ്ങുമോ? പേരാമ്പ്ര സീറ്റ് കഴിഞ്ഞ തവണ ലീഗിന് കിട്ടിയതാണ്, അത് കോൺഗ്രസിന് തിരിച്ചു കൊടുക്കുമോ? ബേപ്പൂർ സീറ്റ് PV അൻവറിന് വേണ്ടി ലീഗ് ആവശ്യപ്പെടുമോ? തിരുവമ്പാടി സീറ്റിൽ ലീഗിന് വിജയസാധ്യത കുറവായതുകൊണ്ട് അത് കോൺഗ്രസിന് കൊടുത്ത് മറ്റേതെങ്കിലും സീറ്റ് തവനൂർ പോലുള്ള സീറ്റുകൾ ആവശ്യപ്പെടുമോ? തുടങ്ങിയ ചർച്ചകളാണ് ലീഗിൽ നടക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിൽ ഏറ്റവും പെട്ടെന്ന് ജനുവരി ആദ്യ വാരത്തിൽ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കി. ഏറ്റവും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കണം, തർക്കമുണ്ടാവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ജയസാധ്യത മാത്രമായിരിക്കണം എന്നും നേതാക്കന്മാർക്ക് ലീഗ് സംസ്ഥാന നേതൃയോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരാണ് ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി ചർച്ചയുമായിട്ട് സജീവമായി പരിഗണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഔദ്യോഗിക ചർച്ചകളിലൊന്നും ഇത് വന്നിട്ടില്ലെങ്കിലും അനൗദ്യോഗിക ചർച്ചകളിൽ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ സജീവമാക്കുകയാണ് മുസ്ലിം ലീഗ്. കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. തദ്ദേശത്തിൽ കിട്ടിയ ആത്മവിശ്വാസം ചെറുതല്ല. മലപ്പുറത്ത് മുസ്ലിം ലീഗിന് കിട്ടിയ ആത്മവിശ്വാസം പ്രതിപക്ഷം പോലും ഇല്ലാത്ത ജില്ലാ പഞ്ചായത്ത് ഭരിക്കുകയാണ് അവിടെ. അതുകൊണ്ട് മുസ്ലിം ലീഗ് തന്നെ അവിടെ ഓഡിറ്റ് നടത്താം എന്നുള്ള ഒരു പ്രധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ സുഘടിതമായ രീതിയിൽ മുസ്ലിം ലീഗ് കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ അടിയൊഴുക്കുകളാണ് സംഭവിക്കുക, ഏതൊക്കെ മണ്ഡലങ്ങളിൽ വെച്ചുമാറും കോൺഗ്രസും ലീഗും തമ്മിൽ എന്നുള്ളത്.